ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, ഇപ്പോൾ ആക്രമിക്കും, നാളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും സംഭവിക്കുന്നില്ല. ശരിയാണ്, ഇന്ന് ഞായറാഴ്ചയാണല്ലേ. അതെ. അപ്പോൾ ഈ അമേരിക്ക പറഞ്ഞത് ഈ ഞായറാഴ്ച കഴിയുന്നതിന് മുമ്പ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ട് അമേരിക്ക വലിയ കപ്പൽപ്പടയൊക്കെ ചെങ്കടലിലും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. 2 അന്തർവാഹിനികൾ, പിന്നെ USS ജോർജിയ എന്ന് പറഞ്ഞ കൂറ്റൻ ആണവ അന്തർവാഹിനി അടക്കം ഒരു കപ്പൽ വ്യൂഹം തന്നെ ചെങ്കടലിലുണ്ട്. ഇസ്രയേലും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞായറാഴ്ച കഴിയാൻ ഇനിയും മണിക്കൂറുകൾ കൂടിയുണ്ട്. അപ്പോൾ അമേരിക്ക പറഞ്ഞ ഡെഡ് ലൈൻ ഒരാഴ്ച എന്നുള്ള കഴിഞ്ഞു. അമേരിക്കയുടെ മറ്റൊരു ഡെഡ് ലൈൻ ഇന്നാൾ പാഴായിപ്പോയി. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും ഇറാൻ ആണവ സ്ഫോടനം നടത്തും, അണുവായുധം ഉണ്ടാക്കുമെന്നാണ് അമേരിക്ക. ആണവശക്തിയായി മാറുന്നു. അതും പിന്നെ അമേരിക്ക ഒന്നും പറയുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ അമേരിക്ക ഒരു വല്ലാതെ ഭയപ്പെട്ട് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യാജ പ്രചാരണമായിരിക്കും. നമ്മൾ ഓർക്കുന്നില്ല ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ കാര്യം. ഇറാഖിൽ അണുവായുധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ആക്രമിച്ചത്. അവസാനം അണുവായുധം പോയിട്ട് അണുപോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ തിരിച്ചു വരാം ഇതിനകത്ത്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരമുണ്ട്. എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാത്തത്? അതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചത് എന്ന് പരിശോധിക്കണമല്ലോ. അതെ. കാരണം ഇറാനെ സംബന്ധിച്ച് ആദ്യം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സിറിയയിലുള്ള അവരുടെ 2 ജനറൽമാരെ സിറിയയിൽ വെച്ച് ഇസ്രായേൽ കൊന്നു. അതിന് പകരമായി അവർ ചില വാണക്കുറ്റിയൊക്കെ അങ്ങോട്ട് വിട്ടു. ഇസ്രായേൽ തിരിച്ചും പണിയും കൊടുത്തു. അതോടെ ഇനി ഞങ്ങളുടെ യുദ്ധമൊക്കെ തീർന്നു, യുദ്ധം മതിയാക്കിയെന്ന് ഇറാൻ പറഞ്ഞതാണ്. പിന്നെ വീണ്ടും ശരിയാക്കി കളയുന്നതൊക്കെ അയത്തുള്ള ഖമാനി പറഞ്ഞ കാരണം ജൂലൈ 31 നടന്ന സംഭവമാണ്. ജൂലൈ 31 അവരുടെ പുതിയ പ്രസിഡന്റ് സ്ഥാനാരോഹണം നടത്തിയത്. അതിൽ പങ്കെടുക്കാനെത്തിയ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ അവിടെ നഷാത്ത് എന്ന് പറയുന്ന ഹൈ സെക്യൂരിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിക്കവേ ഇറാൻ്റെ മണ്ണിൽ കടന്ന് ഇസ്രയേൽ കൊലപ്പെടുത്തി. ഇസ്രയേലാണ് കൊലപ്പെടുത്തിയെന്ന് ഇതുവരെ ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല. എന്നാൽ എല്ലാവരും പറയുന്നുണ്ട് ഇസ്രയേലാണ് ചെയ്തത്, ഇസ്രയേലാണ്. ഞങ്ങളല്ല എന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടില്ല, ഞങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ല. ലോകത്തുള്ള മുഴുവൻ പേരും നമ്മളിവിടെ ഇരിക്കുന്ന ABC വരെ ഇസ്രയേലാണ് കൊന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ആരോപണം അവർ ഒരു അഭിമാനപൂർവ്വം അവർ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ദുരാരോപണം, അയ്യോ ഞങ്ങളല്ല, ചുമ്മാ അനാവശ്യം പറയില്ലേ എന്നൊക്കെ പറയില്ലേ. ഏതൊരു മനുഷ്യരും പറയും, ഏതൊരു രാജ്യവും പറയും ഞങ്ങൾക്ക് പങ്കില്ല. നമ്മൾ പറയുന്നത് കാനഡയിൽ ഈ പന്നിനെയൊക്കെ വെടിവെച്ചു, ആരാണ്ടൊക്കെ കൊന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ പറയുമ്പോൾ നമ്മളെന്ത് പറയുന്നത്, ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവുണ്ട് എന്ന് പറയുന്ന പോലെ ഇസ്രയേൽ എന്തുകൊണ്ടാണ് ഞങ്ങളാണ് ഈ ഇസ്മയിൽ ഹനിയെ അവിടെ വന്ന് കൊന്നതെന്ന് നിങ്ങൾ പറഞ്ഞത്, ഹാജരാക്ക് തെളിവ് ഹാജരാക്കെന്ന് ഇസ്രയേൽ ആവശ്യപ്പെടുന്നില്ല. ഇസ്രയേൽ മിണ്ടുന്നില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ അതിരിക്കട്ടെ, കിട്ടുന്നതെല്ലാം ബോണസ് എന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഈ ഇറാൻ്റെ ആത്മവിശ്വാസത്തെ വല്ലാതെ ചോർത്തിക്കളഞ്ഞു. കാരണം അവരുടെ നാട്ടിൽ അവരുടെ പ്രസിഡന്റ് അധികാരമേൽക്കുന്നു. അവരുടെ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് എങ്ങനെയോ അവരുടെ പ്രസിഡന്റ് മരിച്ചു പോയപ്പോഴാണ്. അവരുടെ പ്രസിഡന്റ് പ്രസിഡന്റുമായി പറന്നുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ തകർന്നു വീണു. നട്ടും ബോൾട്ടും ഇല്ലാത്തതുകൊണ്ടാണെന്ന് അവർ പറയുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. പക്ഷെ അവരുടെ പ്രസിഡന്റ് കൊല്ലപ്പെട്ട് പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് സ്ഥാനമേൽക്കുന്ന ചടങ്ങിന് വിദേശത്തു നിന്നുള്ള പ്രതിനിധികളെ വിളിച്ചു. അക്കൂട്ടത്തിൽ ഹമാസിൻ്റെ തലവനും ഉണ്ടായിരുന്നു. അദ്ദേഹം മുൻകാലങ്ങളിൽ വന്നാലും താമസിക്കുന്ന നഷാത്ത് എന്ന് പറഞ്ഞൊരു കുന്നിൻ മുകളിലുള്ള അതിവിശാലമായ ഒരു ഗസ്റ്റ് ഹൗസാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ ഗാർഡ്സ്, റിപ്പബ്ലിക്കില്ലല്ലോ അവിടെ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കാവൽ നിൽക്കുന്ന അതിസുരക്ഷാ സന്നാഹമുള്ള സ്ഥലമാണ് ഈ നഷാത്ത് ഗസ്റ്റ് ഹൗസ്. അവിടെ അദ്ദേഹം കിടക്കുന്ന മുറിയുടെ കട്ടിലിനടിയിൽ നിന്ന് ബോംബ് പൊട്ടി. അങ്ങനെയാണ് പുള്ളി മരിച്ചത്. വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. ഒരു അംഗരക്ഷകനും മരിച്ചു. അംഗരക്ഷകൻ കൂടെ കിടന്നതാണോ എന്ന് നമുക്കറിയില്ല. അംഗരക്ഷകനും മരിച്ചു. ചിലപ്പോൾ ഒരു സ്യൂട്ട് റൂമൊക്കെയാണ് തൊട്ടടുത്തുള്ള മുറിയിൽ അംഗരക്ഷകനും കിടന്നു കാണും. എന്തായാലും ഈ വേറെ ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ കൃത്യമായി ഇയാൾ അവിടെ വരുമെന്നും വന്നാൽ ഈ മുറിയിൽ കിടക്കുമെന്നും ഈ കട്ടിലാണ് കിടക്കുന്നതെന്നും അതിനിടയിൽ ബോംബ് വെച്ചിട്ട് തീർത്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതെ. പക്ഷേ ഇസ്രായേൽ പറയാൻ ശ്രമിക്കുന്ന, ഇറാൻ എപ്പോഴും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ അനുകൂല മാധ്യമങ്ങൾ ഈ ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് പറയുന്നില്ല. പകരം പറയുന്നറിയാം, ഗൈഡഡ് മിസൈലുകൾ വന്ന് ആക്രമിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടൊരു ഗുണമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ ഇറാന് മുഖം രക്ഷിക്കാൻ പറ്റും. ഗൈഡഡ് മിസൈലുകൾ പറഞ്ഞാൽ അവരുടെ നാട്ടിൽ നിന്നല്ല, പുറത്തുനിന്ന് വന്നതാണ്. പുറത്തുനിന്ന് വന്ന് കൊന്നു എന്ന് പറഞ്ഞാൽ അത് പുറത്തുനിന്ന് വന്ന് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ല. പണ്ട് ഈ സ്കഡ് മിസൈൽ സദ്ദാം ഹുസൈൻ വിടുമ്പോൾ പാട്രിയറ്റ് വെച്ചിട്ട് അമേരിക്ക തകർക്കുന്നൊക്കെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് മിസൈൽ വന്നു, ഞങ്ങൾക്ക് തകർക്കാൻ സംവിധാനം ഇല്ലായിരുന്നു, അത് നഷാത്തിൽ വന്ന് വീണു, ഹനയ്യ തട്ടിപ്പോയി എന്നൊരു തിയറി പറയുമ്പോൾ ഇറാന്
അത്ര വലിയ പരിക്കൊന്നുമില്ല. പുറത്തുനിന്ന് വന്ന ആക്രമണമല്ലേ, സ്വന്തം മണ്ണിൽ നടത്തിയ ആക്രമണമാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നാണക്കേടാണ്. അല്ലെങ്കിലും നാണക്കേട് തന്നെയാണ്. നാണമുള്ളവർക്കല്ലേ നാണക്കേട് ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഏതായാലും ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം എന്നറിയോ, എങ്ങനെയാണ് ഈ കൊല നടത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇതിനകത്ത് മൊസാദാണ് ചെയ്യുന്ന ഈ പണിയൊക്കെ. ലോകത്തിൻ്റെ പല ഭാഗത്ത് പോയി ഇസ്രയേലിൻ്റെ ശത്രുക്കളെ പലതരത്തിൽ കൊല്ലുന്ന ഉന്മൂലനം ചെയ്ത മൊസാദാണ്. മൊസാദ് ടൂത്ത് പേസ്റ്റിൽ വിഷം ചേർത്ത് ഒരാളെ കൊന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ കഥയുമായി പറഞ്ഞിരുന്നു. കാലങ്ങളോളം പുള്ളി വരുന്നത് നോക്കി, എവിടെ താമസിക്കും, ഏത് ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നതൊക്കെ പഠിച്ച് അതേ ടൂത്ത് പേസ്റ്റിൻ്റെ പായ്ക്ക് അതുപോലെ ഉണ്ടാക്കി അതിൽ വിഷം നിറച്ച പേസ്റ്റ് കയറ്റി വെച്ച് പ്ലാന്റാണ് ഇവർ. ആൾ വരും, ഇന്ന വന്നാൽ ഇന്നടത്ത് താമസിക്കും, ഇന്ന മുറിയിലായിരിക്കും, അവിടെ വന്ന ഇന്ന പേസ്റ്റാണ് ഉപയോഗിക്കുക എന്നൊക്കെ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. അത് വളരെ എത്ര കാലത്തെ ആസൂത്രണമാണ്. എന്നിട്ട് ഈ പേസ്റ്റ് കൊണ്ട് മൊസാദിൻ്റെ ഏജന്റുമാർക്ക് വെക്കാൻ പറ്റില്ല. അയാൾ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് ആവട്ടെ, ഹോട്ടലാവട്ടെ, അവിടുത്തെ ആളുകളെ സ്വാധീനിച്ച് അവരിലൂടെ അവിടെ വെച്ചിരിക്കുന്ന ഒറിജിനൽ സാധനം മാറ്റിയിട്ട് ഈ സാധനം വെച്ചിട്ട് വേണം ചെയ്യാൻ. അവിടെ മൊസാദിനൊരു പിഴവ് പറ്റി. ഇങ്ങനെ കൊലപ്പെടുത്തിയ ഒരു ശത്രുവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞ് പോലീസ് വന്നപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പേസ്റ്റ് കൊണ്ടുപോയി. ഈ പേസ്റ്റ് കൊണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇത് കമ്പനി ഉണ്ടാക്കുന്ന പേസ്റ്റ് അല്ല, വേറെ ആരോ ഉണ്ടാക്കിയ വിഷ പേസ്റ്റാണെന്ന് മനസ്സിലായത്. ഈ പല്ല് തെച്ചാൽ ഉടനെ മരിക്കുകയല്ല, ഈ പേസ്റ്റ് തേച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ സാവകാശമാണ് മരിക്കുന്നത്, ഒറ്റ ദിവസം കൊണ്ടല്ല. അങ്ങനെ സ്ലോ പോയിസൺ അടങ്ങുന്ന ഒരു പേസ്റ്റാണ് വെച്ചിട്ടാണ് ഇസ്രായേൽ ഒരു ശത്രുവിനെ കൊന്നത്. ഇങ്ങനെ ഒരുപാട് പേരെ ഇസ്രായേൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ ഈ നഷാത്ത് ഗസ്റ്റ് ഹൗസിൽ ഇസ്മായിൽ ഹനിയ വരും എന്ന് ഉറപ്പിച്ചു. വരാനുള്ള സാഹചര്യം പ്രസിഡന്റ് മരിച്ചതാണ്. പ്രസിഡന്റ് ഇപ്പോൾ മരിക്കുമെന്നും ഇസ്രായേലിന് അറിയാമായിരുന്നു. അല്ല, പ്രസിഡന്റിനെ മരിപ്പിക്കണം എന്ന് പറയാം എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു. അങ്ങനെ പ്രസിഡന്റിനെ വേണമെങ്കിൽ ഇസ്രായേൽ തന്നെ ഇല്ലാതാക്കി എന്ന് പറയാം. അത് ഇന്ത്യയുടെ ഒരു ബന്ധുവായിരുന്നു കേട്ടോ. റൈസി എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന ഇറാനിയൻ പ്രസിഡന്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹാദരം നമുക്ക് കാണിക്കാം. ഏതായാലും അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇസ്രായേൽ കൊന്നതാണെന്ന് പലരും പറയുന്നത് അതും ഞങ്ങളല്ല എന്ന് ഇസ്രായേൽ പറയുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എട്ടുകാലി മമ്മൂഞ്ഞി എന്തും കയറി അങ്ങ് ഏക്കുമായിരുന്നു. അത് നമ്മളാന്ന് പറയും. ഇസ്രായേലല്ല, നമ്മളല്ല എന്ന് പറയത്തില്ല, നമ്മളാണെന്നും പറയത്തില്ല. അപ്പോൾ റൈസി തട്ടിപ്പോയി. അതിനുശേഷമാണ് പുതിയ പഷസ്കിയാൻ എന്നുള്ള പുതിയ പ്രസിഡന്റ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം നടക്കും. അതിന് ഹനയ്യെ വിളിക്കുമെന്നും ഒക്കെ അറിഞ്ഞ് ഈ മുറിയിൽ ബോംബ് ഇംപ്ലാന്റ് ചെയ്തു. ആര് വഴി ഇംപ്ലാന്റ് ചെയ്തതിൻ്റെ ഉത്തരവ് ഇപ്പോൾ വന്നു. അതായത് ഇത് ഇംപ്ലാന്റ് ചെയ്ത മൊസാദല്ല. മൊസാദിന് വേണ്ടി അവിടെ ഇംപ്ലാന്റ് ചെയ്ത് കൊടുത്തത് ആരാണെന്നറിയാമോ? ഊഹിച്ച് നോക്കാവോ? മൊസാദിന് വേണ്ടിയിട്ട് തൂപ്പുകാരനാവാം, ഗസ്റ്റ് ഹൗസിൻ്റെ മാനേജരാവാം, പാചകക്കാരനാവാം, റൂം ബോയ് ആവാം. അതെ, ആരായിരിക്കും? ഇറാൻകാരനായ ഇറാഖല്ലേ? ഇറാൻകാരൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ 2 പേരാണ്. ഇറാൻ്റെ ഏറ്റവും വിശ്വസ്തമായ, ഏറ്റവും ആഭിജാതമായ റോയൽ ഗാർഡുകളെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ പാരാമിലിറ്ററി ഇപ്പോൾ NSG എന്നൊക്കെ പറയുന്ന പോലെ ഏറ്റവും വിശ്വസ്തമായ സേനയിൽപ്പെട്ട 2 പേരാണ് ഈ മുറിയിൽ ഇയാളുടെ കിടക്കക്കടിയിൽ കൊണ്ട് ഈ ബോംബ് വെച്ചതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അന്ന് അവിടെ കൊണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇസ്രായേൽ ഇക്കാര്യത്തിലൊക്കെ ഭയങ്കര ഡീസൻ്റാണ് കേട്ടോ. അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്താൽ, ഇപ്പോൾ സിനു ഇസ്രായേലിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ അവർ തിരിച്ച് പ്രത്യുപകാരം ചെയ്തിരിക്കും. ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയോ? ഈ 2 ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെ അവർ രാജ്യത്ത് നിന്ന് കടത്തി ഇപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്ത് സുരക്ഷിതമായി അവരെ താമസിപ്പിച്ചിരിക്കുക. ആ 2 പേരെ. അപ്പോൾ ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ വന്ന് ശരിയാക്കി, ഞങ്ങളുടെ രാജ്യത്തേക്ക് മിസൈൽ വെച്ച് ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ഇറാൻ ഇപ്പം മിണ്ടാൻ വയ്യ. കാരണം അവരുടെ എലീറ്റ് ഫോഴ്സിലുള്ള 2 പേരാണ് ഹനയ്യെ കൊല്ലാൻ വേണ്ടി ഈ മുറിയിൽ കയറി കിടക്കക്കടിയിൽ ബോംബ് വെച്ചതെന്നും അവരെ അങ്ങനെ ചെയ്ത അവരുടെ പട്ടാളക്കാരിൽ 2 പേരെ അവിടുന്ന് നൈസായിട്ട് ഇസ്രായേൽ പൊക്കി സുരക്ഷിതമായി വേറൊരു വെസ്റ്റേൺ കൺട്രി കൊണ്ടുപോയി വീടും വെച്ച് ജോലിയും കൊടുത്ത് നല്ല സുഖമായി താമസിപ്പിച്ചിരിക്കുക. എന്തു ചെയ്യും? നാണക്കേടെന്ന് പറഞ്ഞാൽ ഇതിൽ പരം നാണക്കേടില്ല. അപ്പോൾ ഇത് മൂടി വെക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇറാൻ. കാരണം ഇതിൻ്റെ പേരിലെങ്ങാനും ഇനി ആക്രമിച്ചാൽ ഈ വാർത്തകൾ പുറത്തോട്ട് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത്, ഇസ്രായേൽ അവിടെ ബോംബൊന്നും കൊണ്ട് വെച്ചതല്ല, ഗൈഡഡ് മിസൈലാണ് എന്നുള്ള തിയറിയായിട്ട് ഇറാൻ നിൽക്കുന്നുണ്ട്. എന്നാലും പഴയ പോലെ ഒരു വാശിയില്ല ഇസ്രായേലിനെ
അങ്ങ് ആക്രമിച്ചേക്കാം എന്നുള്ളൊരു വാശിയിൽ നിന്ന് ഇത്തിരി പുറകോട്ട് പോടും. ഒന്ന് ഈ നാണക്കേട്, രണ്ടാമത് അമേരിക്കൻ സൈന്യം കപ്പൽപ്പട ചെങ്കടലിൽ വന്ന് കിടപ്പുണ്ട്. റെഡ് സീ ഇപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുക. ഹൂതികളുടെ 2 കപ്പൽ കഴിഞ്ഞ ദിവസം മുക്കി അമേരിക്കൻ സേന. നമ്മുടെ പത്രത്തിൽ വന്നില്ല, കാരണം നമ്മുടെ പത്രത്തിൽ നിന്ന് ഇവിടെ ഒരുപാട് പേർക്ക് നോവുമല്ലോ, അതുകൊണ്ട് ആ വാർത്ത വന്നിട്ടില്ല. നമ്മൾ ഇന്നലെ ഒരു സ്റ്റോറി ചെയ്തത് 2 കപ്പൽ മുക്കി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ തൽക്കാലം ആക്രമിക്കേണ്ട, പണ്ട് ശ്രീനിവാസൻ്റെ സിനിമയിൽ പറയുന്നത് അത്രയും കറ്റിപ്പ് വേണ്ട എന്ന് പറയുന്നത് പോലെ തൽക്കാലം അനയ്യ പോയത് പോട്ടെ, ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ നമ്മളില്ലേ എന്ന തരത്തിലേക്ക് ഇറാൻ മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. പക്ഷേ ഞായറാഴ്ച കഴിഞ്ഞിട്ടില്ല, ഇനിയും മണിക്കൂറുകളുണ്ട്. നോക്കാം ഏതായാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.